ഹലോ ഹാരിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം. ഞാൻ ഇവിടെ രാവിലെ ഹോർലിക്സ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഹോർലിക്സ് ഒക്കെ കറക്റ്റ് പിടിച്ചിട്ടുണ്ട്. കുറച്ച് സായ്ക്കുട്ടിക്ക് കുറച്ച് ഹോർലിക്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. സായ്ക്കുട്ടിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പനി. ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിരുന്ന സമയത്ത് പറഞ്ഞില്ലേ അവന് പനി ഉണ്ട് എന്നുള്ളത്. അവന് ഞങ്ങൾക്ക് ആർക്കും പകർന്ന് തന്നിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ അവൻ്റെ പനിയായ കാരണം കൊണ്ടും കുറച്ച് തിരക്കുള്ള കാരണം കൊണ്ടും നമ്മുടെ വീഡിയോ വല്ലാണ്ട് ഡിലേ ആയി. നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്കൊരു ബ്രെഡ് സാൻഡ്വിച്ചും ഉണ്ടാക്കണം, പിന്നെ പഴം പുഴുങ്ങിയതും കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും എൻ്റെ മോളും ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഉള്ള ഡയറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫുഡൊക്കെ ഒന്ന് കൺട്രോളിലാണ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പഞ്ചസാര നമ്മൾ ഒട്ടും കഴിക്കാറില്ല കേട്ടോ. രാവിലെ മുട്ട കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് നോക്കി നോക്കും, അത് പൊങ്ങുന്നുണ്ടെങ്കിൽ മുട്ട കേടാണെന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ മുട്ടക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ്. അതായത് നമ്മൾ ഈ ഫുഡ് നല്ലപോലത്തെ ഫുഡ് കഴിക്കുമ്പോണ്ടല്ലോ നമുക്ക് അധികം സമയം വേണ്ട ഫുഡ് ഉണ്ടാക്കാൻ. നേരെ മറിച്ചൊരു ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി സമയം വേണ്ടേ. ഇതാകുമ്പോൾ 2 പഴം പുഴുങ്ങുക, ബ്രെഡ് സാൻഡ്വിച്ച് ഇതാ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി തീരും. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇത്രയും കസൂരി മേത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ ഞാൻ ഈ ബട്ടർ വെക്കുന്നുണ്ട്. ഇതൊരു പാക്കറ്റ് ബട്ടറിന് 80 രൂപയായിട്ടാണ്, അതിൽ 10 പാക്കറ്റായിട്ടുണ്ടാവും. അങ്ങനെ എന്തോ ആണ് കണക്ക്. ഇന്നുമോളെ വാങ്ങിച്ചത്, അതുകൊണ്ട് കറക്റ്റ് വില എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്, പഴം പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. ഇനി മധുരമില്ലാത്ത കാപ്പിയും കൂടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സായ്ക്കുട്ടിയുടെ പനി, ഇത് സായ്ക്കുട്ടിയുടെ പനി ഉണ്ടാവുന്ന ദിവസം ഞാൻ എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ അവനക്ക് ഹോമിയോ ഗുളിക ഉണ്ടായിരുന്നു. അത് ഫുഡിൻ്റെ മുന്നാണ് ഹോമിയോ ഗുളിക കൊടുക്കേണ്ടത് അവനക്ക്. അപ്പോൾ അവനെ ഗുളിക കൊടുത്ത് ഒരു ഭാഗത്ത് സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഞാനും ഇന്നുമോളും കൂടി ഇങ്ങനെ ബ്രെഡ് സാൻഡ്വിച്ചും പഴമൊക്കെ കഴിക്കുകയാണ്. സായ്ക്കുട്ടിക്ക് പഴം പുഴുങ്ങിയത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവന് എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പുഴുങ്ങിയ പഴം കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അവനക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. വേറെ ഒന്നും അവന് കഴിക്കുന്നില്ല. അവനക്ക് അപ്പോൾ ടേസ്റ്റിന് എന്തെങ്കിലും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അന്നത്തെ പിന്നെ വിശേഷങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. നമ്മുടെ സായ്ക്കുട്ടിക്ക് ഭീകരമായ പനിയായിരുന്നു. അത് ആൾക്കാർ പറഞ്ഞാൽ മതി. നമ്മള് സായ്ക്കുട്ടിക്ക് പനി വന്നിട്ട് 3 ഡോക്ടർമാരെ കാണിച്ചു. അതിൽ കുറച്ച് അവൻ്റെ ഓവർ ആക്ടിങ് കൂടും. നമ്മൾ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയണ കാര്യമാണ്, ഒരു അസുഖം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മൂലക്കൽ ഇങ്ങനെ തളർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അസുഖം പിന്നെ നമ്മളെ വല്ല അസുഖം വന്ന മമ്മ മൂലക്കൽ ഇരിക്കൂല. ഞങ്ങളും ആവണം. ഞങ്ങള് അതൊരു നല്ല ഒരു ദിവസേ കിടക്കോ വരുള്ളൂ. പിറ്റേ ദിവസം നീപ്പിച്ച് കുളിപ്പിച്ച് പൗഡർ ഇട്ട് കുത്തും പുള്ളിയിട്ടൊന്ന് പുതിയ കുപ്പായിട്ട് ഇറക്കും. അപ്പൊ പനി കുറെ മേത്തുനിന്ന് പോകും. ഏത് അസുഖമാണെങ്കിലും കുറച്ച് മേത്ത് പോകും. ഇതെന്താന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് അഭിനയിക്കണം. ഓവറായിട്ട് രേണു സുതിയായി വയ്യ പറഞ്ഞിട്ട് മൂലൊക്കെ കിടക്കും. എനിക്കത് കണ്ട കളി വരും. കാരണം ഞാൻ ഒരുവിധം നമ്മള് മനുഷ്യന്മാര് പനി വരുന്നതിനാ ഹായ് കുറച്ചൊന്ന് റിലാക്സ് പനി ആയാലും ശരി ഒന്ന് കെടുക്കാതെ റിലാക്സ് ചെയ്യാൻ അത് 1-2 ദിവസം, മാക്സിമം 2 ദിവസം കിടക്കാൻ. ഇവർക്ക് 10 ദിവസം കിട്ടിയിരുന്നു. 3-ാമത്തെ ദിവസം നമ്മൾ എഴുന്നേറ്റിരുന്നു. ഇപ്പൊ ഇത് സായ്ക്കുട്ടി ഞാൻ 2 ചീത്ത പറഞ്ഞിട്ടുള്ളൂ. ഓനക്ക് പനി വന്നിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഓന് കിടക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ പിന്നെ കുട്ടിയല്ലെന്ന് വിചാരിച്ച് ഞാൻ കുറെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നീറ്റ് ഇരുന്നോട് പറയും. കാരണം മൂലയ്ക്ക് എന്നിട്ട് ഫോൺ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാന്നുള്ളത് നല്ല സുഖമുള്ള കാര്യമാണല്ലോ. അപ്പൊ ഓടിച്ച് നീപ്പിക്കും. എന്നിട്ട് 2 ദിവസം കുളിക്കുകയും ചെയ്തില്ല. നല്ല തേച്ചൊരച്ച് കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് നേരെ നിവർത്തിയാണ്ട് ഇരുത്തി. അപ്പൊ കുറച്ച് പനി പോകും. പിന്നെ അങ്ങനെയൊക്കെയാണ് ഓൻ്റെ പനിക്കഥ. എന്തായാലും 3 ഡോക്ടറെ കാണിച്ചിട്ട് ഇപ്പം ഏകദേശം ജീവനൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി മൺഡേ മുതൽ എനിക്ക് സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ സായ്ക്കുട്ടി പനി കാരണം കൊണ്ട് നമ്മൾ ആ വീഡിയോ അവിടെ നിർത്തി വെച്ചത്. കാരണം നമ്മൾ ആ ഒരു മാനസികാവസ്ഥയും ഒന്നും കറക്റ്റ് ആവുന്നില്ല, ഒന്നും റെഡി ആവുന്നില്ല. ഒരു വീഡിയോ എടുക്കാൻ നമുക്കൊരു മനസ്സമാധാനം വേണ്ട, അതില്ല. എന്തേ അങ്ങനെ. അപ്പോൾ October 1 ഞാൻ ട്രെയിനിലായ കാരണം കൊണ്ടേ ഞാൻ വീഡിയോ ഇൻവോൾവ് ചെയ്യുന്നു. അപ്പോൾ നിന്റെ മറ്റേ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഇനി എനിക്കും പറയാണ്ടാവല്ലോ. 1 വർഷത്തെ എക്സ്പീരിയൻസ്. ഞാൻ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും അല്ല പറഞ്ഞ കേട്ടോ. ഇങ്ങോട്ട് എങ്ങനെ വന്ന് പെട്ടു എന്നുള്ള വന്നു വിട്ടതല്ല, വന്നു അൽഹംദുലില്ലാ. അതിന്റെ കാര്യങ്ങളെ ഞാൻ പറഞ്ഞില്ല. എക്സ്പീരിയൻസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയണത് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് പല കുറേ ലേഡീസ്, ഞാനിവിടെയൊക്കെ താമസം മാറുന്ന സമയത്തൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം തന്നെ ഒരു 10-100 മെസ്സേജുകൾ വന്നിരുന്നു. എങ്ങനെ ആദ്യം എന്താണ് കാരണം ചോദിച്ചിട്ടായിരുന്നു. പിന്നെ കാരണം ചോദിക്കലൊക്കെ നമ്മൾ വീഡിയോ കൂടി തന്നെ പറഞ്ഞല്ലോ. കാരണം ഇങ്ങനെ ചോദിക്കലെന്നൊക്കെ മുക്കിമൂളി നമ്മൾ പറഞ്ഞ അല്ല, കാരണം പിന്നെ ചോദിക്കരുതൊന്നും നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ പിന്നെ എല്ലാവരും അവരവരെ എക്സ്പീരിയൻസ് പറയാൻ തുടങ്ങി. നമ്മള് ഇങ്ങനെ എക്സ്പീരിയൻസ് അങ്ങനെ ഒരു സംഭവങ്ങള് അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ കുറെ.
പിന്നെ മെസ്സേജുകൾ വരാം. നമ്മളോട് സജഷൻ ഒക്കെ ചോദിച്ചിരുന്നു, എങ്ങനെ പോവാൻ പറ്റിയ, എങ്ങനെ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട്. നമുക്ക് ആർക്കും ഒരാളുടെ ജീവിതത്തിൽ നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ, ഇതൊക്കെ നന്നായിട്ട് വരും, അല്ലെങ്കിൽ ഇതൊക്കെ അയ്യോ അങ്ങനെ ചെയ്യല്ലേ, ഇതൊക്കെ മോശമായിട്ട് വരും, അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ജീവിതം എങ്ങനെയാണോ അത് നമുക്കറിയാലോ, നമുക്ക് എന്താ വേണ്ടത്, നമുക്കിത് ചെയ്യാൻ വയ്ക്കൂ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് കേട്ടോ എനിക്ക്. അല്ലാതെ ഇപ്പൊ നമ്മള് നിങ്ങള് പ്രശ്നം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോര്, അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഒറ്റയ്ക്ക് ഇറങ്ങി പോയി നിക്കുക പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമേ അല്ല, തീരല്ല, ഒട്ടുമല്ല. നമ്മള് ഇപ്പൊ രണ്ടാൾക്കാര് ഒറ്റത്തടിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഒറ്റത്തടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങിപ്പോയിക്കോളി, ഒറ്റക്ക് നിക്കാം. കാരണം നമ്മള് ജോലിക്ക് പോകുന്ന ആൾക്കാര് ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട്, അപ്പാർട്ട്മെന്റിൽ നിൽക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നിൽക്കുമല്ലോ, അതേപോലെ നിക്കാം. കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 വട്ടം നമ്മൾ ചിന്തിച്ചിട്ട് തന്നെ പോരാൻ പറ്റുള്ളൂ. കാരണം കുട്ടികൾക്ക് ഈ നമുക്ക് ഇമോഷണൽ സപ്പോർട്ടും പ്രശ്നമാണ്. കുട്ടികൾക്ക് ഒരു ഉപ്പാനെ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മല നഷ്ടപ്പെടുമ്പോ, ഇതിൽ ഏതൊരാൾ നഷ്ടപ്പെടുമ്പോഴും കുട്ടികൾക്കൊരു ഇമോഷണലി ഭയങ്കര നഷ്ടപ്പെടുന്ന സമയത്ത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടോ നോക്കിയിട്ട് വേണം പോരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ തന്നെ അത് കുട്ടികൾ കുറ്റം പറയാം, നിങ്ങൾ ഇട്ടിട്ട് പോന്നിട്ടല്ലേ ഇമ്മല്ലാത്ത അങ്ങനെ പറയും. ഇജ്ജ് പറയോ? സായ്കുട്ടി പറയോ? അതെ, എന്റെ പറയില്ല മീൻസ് ആ കുട്ടിക്ക് ആ ഒരു സിറ്റുവേഷന് തീരെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കുട്ടിക്കും ഇങ്ങനെ നിൽക്കുന്നതാ കാര്യം ഓക്കെ ആയിട്ട് വരിക. ആ സമയത്താണ് നമ്മള് പോരാൻ പറ്റുക, കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷങ്ങൾക്ക് തീരെ സഹിക്കാൻ വയ്യ, കുട്ടികളാവണതിന് മുന്നേ തന്നെ പോരുന്നതാണ് നല്ലത്. അല്ല കുട്ടികൾ കിടന്ന് ഇടങ്ങേറാവും, അതാണ് പ്രശ്നം. അതാണ് ആ ഒരു ലൈഫിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അതിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതല്ലാണ്ട്. പണ്ടൊക്കെ ഇപ്പൊ എന്റെ കാലത്ത് ഇപ്പൊ എന്നോട് ചോദിച്ചാണെങ്കിൽ എന്താ നിങ്ങൾ പുറത്തേക്ക് വന്നുകൂടായിരുന്നോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കാലത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതൊക്കെ പോസിബിൾ ആയിട്ട് വന്നത്. പിന്നെ എനിക്ക് താഴെ 2 അനിയത്തികളുള്ള കാരണം കൊണ്ട് അതും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് പിന്നെ നമ്മള് കല്യാണം കഴിച്ചിട്ട് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ഇവിടെ നമുക്ക് പഠിച്ചിട്ടൊരു ജോലിയും സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസരങ്ങളും ഇപ്പൊ ആൾക്കാർ ഒരു ഡിവോഴ്സായ പെണ്ണിനെ കാണുന്നതിന്റെ ഒരു ആംഗിൾ മാറിയിരിക്കണ്. മറ്റേത് അല്ല, ഇപ്പോഴൊക്കെ കമന്റ് വരും കേട്ടോ, വെറുതെ അല്ല അയാൾ നിങ്ങൾ ഒഴിവാക്കിയതെന്ന്. ഇപ്പോഴും അയാൾ ഇന്നെ ഒഴിവാക്കി, അല്ലെങ്കിൽ മാപ്പിള കാര്യം തീർത്തോ, അല്ലെങ്കിൽ ഭർത്താവ് നിങ്ങളെ ഒഴിവാക്കിയോ, അതൊക്കെ ചോദ്യം. എന്നെ ആരും ഇങ്ങോട്ട് ഒഴിവാക്കിയതല്ല, ഞാൻ അങ്ങോട്ട് ഒഴിവാക്കിയതാണ്. അത് ഒഴിവാക്കാമല്ലോ. അതല്ല, ഇപ്പൊ ഡിവോഴ്സിലല്ല കേട്ടോ, സെപ്പറേറ്റഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ, ഒരുമിച്ച് ജീവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പേപ്പറിൽ ഇപ്പോഴും ഭാര്യയും ഭർത്താവും തന്നെയാണ്. പക്ഷെ മൂപ്പര് വേണ്ടാന്ന് വെച്ചിട്ട് ഞാനാണ് ഇറങ്ങി പോകുന്നത്. പക്ഷെ ആൾക്കാർ ചോദ്യപ്പോഴും ഇങ്ങനെ തന്നെയാണ്, മാപ്പിളങ്ങളെ വേണ്ട വെച്ചോ. അങ്ങനെ പറയുമ്പോഴാണ് ആൾക്കാർക്ക് ആ ഒരു സുഖം. ഡിവോഴ്സ് എന്ന് പറയുമ്പോ ഭർത്താവ് ഭാര്യക്ക് കൊടുക്കുന്ന ഒരു സാധനമാണെന്നാണ് ആൾക്കാർ വിചാരിച്ചു വെച്ചത്. അത് അങ്ങനെ വെക്കണോ? അത് അങ്ങനെയാണ്. കാലഘട്ടം അത്ര മുഴുവനായിട്ട് മാറിയിട്ടൊന്നുമില്ല, എന്നാലും കുറേയൊക്കെ ആൾക്കാർക്ക് ഓൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം അതുകൊണ്ട് ആയിക്കോട്ടെ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിക്ക് ഇപ്പൊ ആൾക്കാർ എത്തിക്കണം. പണ്ട് ആൾക്കാർ അങ്ങനെയല്ല, എന്ത് വന്നാലും സ്ത്രീകൾ സഹിച്ചോളണം, എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും സ്ത്രീകൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആൾക്കാർ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറിയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഒറ്റത്തടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ്മെന്റ് എല്ലാ ലൈഫിലും വേണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഫാമിലി ലൈഫ് ആകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്തിട്ട് ജീവിക്കുമ്പോൾ തന്നെയാണ് അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മറ്റൊരാളുടെ ഇഷ്ടം ഇയാൾ മനസ്സിലാക്കിയിട്ടോ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റും തയ്യാറാവില്ല. ഞാൻ പറഞ്ഞത് തന്നെ നടക്കണം പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ലൈഫ് പോലും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ സ്നേഹത്തിൽ നിൽക്കുന്ന ഭാര്യ ഭർത്താവും ഞാൻ കണ്ടു പൊടിക്കെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവാതെ നടക്കും. ഒരു പൊടിക്ക് എന്നുള്ളതല്ല, ഭർത്താവ് എന്നല്ല എല്ലാത്തിലും. ഇപ്പൊ ഞാനും അമ്മയാലും ശരി, ഞാനും അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ലാതെ നടക്കുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ ഇഷ്ടാക്കാരം, ചിലപ്പോ എനിക്ക് ഇഷ്ടമുണ്ടാവില്ലേ കാരം. പക്ഷെ നമ്മളത് മമ്മന്റെ ഇഷ്ടത്തിന് ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ചില സ്ഥലത്തേക്കൊക്കെ പോകണം തോന്നുകയാണ്, മമ്മേ പോവാൻ പറ്റൂല അങ്ങനെ അങ്ങനെ, അത് പറഞ്ഞ് നിർത്താൻ പറ്റില്ലല്ലോ. നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇങ്ങനെ പോകും. എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെ കേട്ടോ, എല്ലാ റിലേഷൻഷിപ്പിലും. ഇപ്പൊ ഇമ്മയും മക്കളും ആണെങ്കിൽ പോലും ചില ഇത് ഉമ്മയും മകളാന്ന് വിചാരിക്കുക. അപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിൽ തമ്മിൽ കൂടിയും അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. കാരണം അത് രണ്ടാൾക്കാരാണ്. അതേപോലെ ഭാര്യയും ഭർത്താവും രണ്ടാൾക്കാരല്ലേ. ഭർത്താവും തീർച്ചയായിട്ടും ഒരു ജീവിതം ഷെയർ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും വേണം. പക്ഷെ നമ്മൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഈ ജീവിതം മുന്നോട്ട് പോകൂല. ഇത് മുന്നോട്ട് പോണ ഒരു റിലേഷൻ അല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളും മക്കളൊക്കെ ആവണതിന്റെ മുമ്പ് വേഗം ചാടി സ്വന്തം വീട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നിൽക്കാൻ ശ്രമിക്കുക ഒക്കെ ചെയ്യാം. അത് പക്ഷെ മക്കളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 വട്ടം ചിന്തിക്കണം. അതപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് പറയാം, 1 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്.
നമ്മളവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്തേ എനിക്ക് നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, നമ്മളിത് പ്രീ പ്ലാൻഡ് ചെയ്തിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ആ സമയത്തും എനിക്ക് EMI കൊടുക്കാനുണ്ട്, ഇവിടെ ഫീസ് അടക്കാനുണ്ട്, അങ്ങനത്തെ ഒരുപാട്. ഞാൻ അടുത്ത വീഡിയോയിലായപ്പോ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഇന്ന് പ്രശ്നം ഉണ്ടായി, അതിന് പിറ്റേ ദിവസം വീട് നോക്കി കണ്ടെത്തി അതിന്റെ പിറ്റേ ദിവസം ഇറങ്ങി പോകുന്നു, അങ്ങനെ ഉണ്ടായത്. അപ്പൊ എഴുതി വെച്ചിട്ട് ഇന്ന സാധനമാണ് ഇതൊക്കെ ചെയ്യാണ്ട്, അയ്യോ എന്താ ഒന്നുമില്ല, ചിന്തിക്കാനേ ടൈം കിട്ടിയില്ല. അത് ഈ പ്രശ്നം ഉണ്ടായി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ആൾക്കാർ ചോദിക്കും ഒറ്റ ദിവസത്തെ പ്രശ്നത്തിന്റെ കേട്ടോ. അതായത് ഇറങ്ങി പോരാൻ മാത്രമല്ല, അത്രയും ആ ഒരു സിറ്റുവേഷൻ വന്ന ദിവസം അത്ര ഉദ്ദേശിച്ചുള്ളൂ, ആ ഒരു സിറ്റുവേഷൻ വന്ന ദിവസം തീരുമാനിച്ചു. ഇത് സംഗതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ എന്നോ എനിക്ക് പ്ലാൻ ഉണ്ട്. പക്ഷെ ഇങ്ങനെ അമ്മ ഇടക്കിടക്ക് പറയും നമുക്ക് വേറെ പോകണം, പക്ഷെ അത് എനിക്ക് ജോലി ആയിട്ട്. അതെ, കാരണം ഒരൊറ്റ ആൾക്ക് തള്ളിക്കൊണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് അപ്പോഴും നമ്മളെ ചിന്തയിൽ വരുന്നത്. അപ്പം അമ്മ പറഞ്ഞ ഓക്കെ ജോലി ആയിട്ട് നമുക്ക് മാറാം, അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ അന്ന് ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഓക്കെ ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ വയ്ക്കൂല എന്നായപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ പോകുന്നത് കുറച്ച് ഹറിബറി ആയിപ്പോയി, കണ്ടെത്തി പിറ്റേ ദിവസം പോകുന്നു, അങ്ങനെ. അതാണ് നമ്മളൊരു സൺഡേ വീട് പോയി കണ്ടു, തിങ്കളാഴ്ച എല്ലാം സെറ്റാക്കി, ചൊവ്വാഴ്ച ഇങ്ങോട്ട് താമസം മാറി. അങ്ങനെ അപ്പോ നമ്മള് ഹറിബറി ആയിരുന്നു. കുറെ കാലമായിട്ട് എന്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു, മനസ്സിൽ ഭയങ്കരമായിട്ട്. ചില ദിവസങ്ങളിലൊക്കെ രാവിലെ ഇങ്ങനെ നീക്കുമ്പോ റബ്ബേ എന്താണ് എനിക്കൊന്ന് ഒറ്റക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ള ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് വരും. അപ്പോൾ പക്ഷെ അത് പെട്ടെന്നായിരുന്നു ഇങ്ങനെ മാറി താമസിച്ചത്. ആക്കാൻ പറ്റിയില്ല. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ കരുതുന്നത് ഒരു വീക്ക് പേഴ്സൺ ആണെന്നാണ്. ഞാൻ എന്നെ കരുതുന്നത് ഞാൻ ഇമോഷണലി ഭയങ്കര വീക്കാണ്. എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ആത്മവിശ്വാസമോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ആളാണ്. ഇമോഷണലി അല്ല, മമ്മക്ക് എപ്പോഴും ഒരു ആശ്രയം വേണം, ഒരാള് ബാക്ക് ബോൺ എന്തായാലും വേണം. അല്ലാതെ മമ്മ ഒറ്റക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു. അതിപ്പോ വളാഞ്ചേരി എത്തിയപ്പോ അതിലേറെ കുറച്ചും കൂടിയും നമുക്ക് ആരും പിന്നെ എന്തായാലും പുഷ് വേണം എന്ന ഒരു അവസരത്തിൽ നിന്നിരുന്നു. അതായത് നമുക്ക് പോരാൻ ഭയങ്കര ഇമോഷണലി എനിക്ക് എന്തെങ്കിലും ഒരു ഭയങ്കര സപ്പോർട്ട് വേണ്ട ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തേക്ക് ഞാൻ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ തോന്നുന്നുണ്ട് ഓക്കെ ഞാൻ അത്ര മോശമൊന്നുമല്ല, എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ഒന്ന് ഇവിടേക്ക് താമസം മാറിയിട്ട് ശരിക്കും എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാനൊക്കെ പേടിയുള്ള ആളാണ്, പ്രേതപ്പേടി ഒക്കെ ഭയങ്കര ഉള്ള ആളാണ് ഞാൻ. എനിക്ക് കള്ളന് വലിയ പേടിയൊന്നുമില്ല കേട്ടോ. കള്ളന്മാര് കേട്ടിട്ടെങ്കിൽ ഇവിടെ വരൊന്നും വരാൻ നിൽക്കുന്നു വേണ്ടോ, അതെ. അപ്പൊ ഈ പ്രേതപ്പേടിയൊക്കെ ഉള്ള ആളാണ്. പക്ഷെ അങ്ങനത്തെ ഞാന് ഒരു മറ്റേ സാധനങ്ങളൊക്കെ കൊടുത്ത് ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ ആ ഒരു രാത്രി നമ്മൾ ഈ സ്ഥലം അറിയാത്തൊരു സ്ഥലത്ത് ഈ 2 കുട്ടികളെ കൊണ്ട് ഒരു രാത്രി ഉറങ്ങിയിട്ട് രാവിലെ നീറ്റപ്പോ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ എനിക്ക് ഒന്നും കൊണ്ട് മനസ്സിലാവുന്നില്ല. നമ്മൾ നുള്ളി നോക്കേണ്ട അവസ്ഥയാ. ഇവിടെ സിറ്റോട്ടിൽ വന്നിരിക്കുമ്പോ ഒറ്റക്കായോ, നമ്മൾ ഒറ്റക്കാണോ, അങ്ങനെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോഴാ തോട്ട് പോയിട്ടില്ല. അത് വന്നിന്ന് 2-3 മാസമൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു അല്ലേ, ഓരോന്നും ഭയങ്കര അത്ഭുതമായിരുന്നു. ഇതിന്റെ മോള് നടന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ മറ്റേ കോളേജിലേക്ക് പോണു, സായിക്കുട്ടിനെ സ്കൂളിൽ ചേർത്തി, കുട്ടികൾ പോണു വരുന്നു, നമ്മൾ വീഡിയോ ചെയ്യണു, പുതിയ സ്ഥലം, പുതിയ ആൾക്കാര്. ഒരു കൊല്ലം പോയത് തന്നെ, ഒരു കൊല്ലം പോയത് തന്നെ അറിഞ്ഞിട്ടില്ല. ഒരു കൊല്ലം ഒക്ടോബർ എത്താനായപ്പോഴാണ്, സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴാണ് അടുത്ത മാസം, ഒരു വർഷം ആവാനായിരുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഈ ഒരു ദിവസം എന്റെ അമ്മ വന്ന് നിന്ന സമയത്തായിരുന്നു, അമ്മ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഗ്യാസ് തീർന്നത്. അപ്പൊ നമ്മളെ ഗ്യാസിന്റെ കണക്ഷൻ ഇവിടെ കറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല, അത് പുലാമന്തോളായിട്ടായിരുന്നു. അപ്പൊ അത് ഇവിടെ ഭാരത് ഗ്യാസ് ആണുള്ളത്. അപ്പൊ ഞാൻ മറ്റേ ഗ്യാസിന്റെ സിലിണ്ടറൊക്കെ എടുത്ത് ഓട്ടോ വിളിച്ച് പോയി തിരിച്ചു വന്ന് അതൊക്കെ ശരിയാക്കി ഇതാക്കി വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം അമ്മ ഫോൺ വിളിച്ചപ്പോൾ ഇങ്ങനെ അമ്മ എന്നിട്ട് വീട്ടിലേക്ക് പോയിട്ട് ഫോൺ വിളിച്ചപ്പോൾ അമ്മ പറയുന്നുണ്ട് ഞാൻ അന്നെങ്ങനെ നോക്കിയായിരുന്നു, ഒരൊറ്റക്ക് ആരും ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് തന്നെ ഭയങ്കര എനിക്ക് ഉമ്മാക്കേ എന്താണ് പറയേണ്ടത് അറിയാണ്ട് ഉമ്മാക്ക് ആകെ ഒരു മനസ്സ് നിറഞ്ഞ പോലെ ആയി എന്ന് പറഞ്ഞു. ഞാനിമ്മോട് പറഞ്ഞു ഇമ്മ ഇത് ചെയ്യണതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, കാരണം സിലിണ്ടർ എടുത്ത് ഓട്ടോയിൽ പോയി അവിടെ പോയിട്ട് ആ പേപ്പറൊക്കെ ശരിയാക്കി ഇങ്ങോട്ടാക്കി എഴുതി കുത്തി വന്ന് മറ്റേ സിലിണ്ടറൊക്കെ രണ്ടും സെറ്റാക്കി വെക്കുന്നത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ അത് ചെയ്യാനുള്ള
മമ്മ ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുമ്പോൾ മമ്മ ഒറ്റക്കാരൻ പോകുന്നുണ്ടാവും. ഡ്രസ്സ് എടുക്കാനല്ല, ചിലപ്പം ഭർത്താവ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഭർത്താവിന്റെ കൂടെ അല്ലേ പോവുക. ഇത് മമ്മ ഒറ്റക്ക് ചെയ്തിട്ട് ശീലമുണ്ട്. പക്ഷെ ഒറ്റക്ക് ഇങ്ങോട്ട് മാറി വന്നിട്ട് അങ്ങനെ ഇത് നമ്മൾക്ക് ഇപ്പൊ രാജ്യത്തെ വീട്ടിലാണെങ്കിൽ അവിടെ ഒരു നാഥനുണ്ടല്ലോ, അവിടെ ഒരു ഉമ്മയുണ്ട്, അവിടെ സിലിണ്ടറിന്റെ ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ അറിയേണ്ട ആവശ്യം വന്നിട്ട് പേരുടെ ഒരു ഹസ്ബൻഡ് ഉണ്ട്, അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇത് ഞാൻ ഒറ്റക്കല്ലേ, ഞാനല്ലേ ഇവിടുത്തെ തല മൂത്ത ആള്. അപ്പൊ ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഞാനും തലമൂത്തത് ഒരു പടിക്ക് ഹൈറ്റ് കൂടുതൽ, നീളല്ലേ കൂടുതലുള്ളൂ, മൂത്ത ഞാനല്ലേ, വയസ്സിന് പ്രായത്തിന് മൂത്ത ലേശം മൂപ്പുണ്ട്. ഓക്കെ. അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞ വാക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇമ്മ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു സാമ്പത്തികവും ആരോഗ്യം എനിക്ക് എന്നും ഉണ്ടാവാൻ പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ളതാണ്. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. നടുവെല്ലവും വെട്ടിയൊക്കെ എടുപ്പിലായില്ലേ. പിന്നെ ഇപ്പൊ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ പറഞ്ഞത്. ഇതൊക്കെ ചെയ്യാം, അതൊക്കെ ചെയ്യാൻ സിമ്പിളാണ്. ഇതൊക്കെ ചെയ്യാൻ സിമ്പിളാണ്, ഒറ്റയ്ക്ക് ജീവിക്കാൻ. സാമ്പത്തികവും ആരോഗ്യവും സാമ്പത്തികവും, ആരോഗ്യം ഉണ്ടെങ്കിൽ സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് എന്നും എനിക്ക് ചെയ്യാനുള്ള ഒരു ആരോഗ്യവും സാമ്പത്തികം ഉണ്ടാവാന് പഠിച്ചവനോട് ഉമ്മ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഇങ്ങോട്ട് താമസം മാറി അതേപോലെ തന്നെ കേട്ടോ, ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഭീകരമായ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. അൽഹംദുലില്ലാ. ഒരു തരത്തിലുള്ള അസുഖം ഇപ്പൊ ഇവനിക്കൊരു പനി വന്നതാണ് ഇപ്പൊ ആകെ വന്നൊരു അസുഖം. എനിക്ക് പിന്നെ ഇടക്കിടക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ പനിയും ജലദോഷമൊക്കെ വരും. പക്ഷെ ഭീകരമായിട്ട് പൈസ പൊട്ടിക്കേണ്ട ആവശ്യം വരുന്ന അങ്ങനെ ഒന്നും പഠിച്ചവന് പരീക്ഷിച്ചിട്ടില്ല. പഠിച്ചവന് മറ്റേ ഞാൻ പറഞ്ഞില്ലേ, എന്നെ പഠിച്ചവനെ ഒരു കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. പിന്നെ ചാടിക്കും, പക്ഷെ അവിടെ നിന്ന് നീപ്പിക്കും, വീണ്ടും ചാടിക്കും, വീണ്ടും നീപ്പിക്കും, അങ്ങനെയാണ്. ചാടിപ്പിക്കും ചെയ്യും പറഞ്ഞ പോലെ, ഈ പറഞ്ഞ പോലെ ചാടിപ്പിക്കും, പക്ഷെ ഒരു ചെറിയ കുഴിയൊക്കെ എന്നെ കൊണ്ടിട്ടിടും. അല്ല, ഒരു വലിയ കുഴിക്ക് എന്നെ കൊണ്ടുപോയിട്ടതാ. ഇനി എന്ത് കുഴിക്ക് എന്നെ കൊണ്ടിടാനത്? ഇനി കുഞ്ഞു ഇനി ചാടുന്ന കുഴികളൊക്കെ എനിക്ക് ചെറിയ കുഴികളായിരിക്കും. കാരണം ഞാൻ വലിയ ഒരു കുഴിയിൽ നീറ്റ് വന്ന ആളാണ്. അതുകൊണ്ട് ഇനി അത്രക്ക് ആഴത്തേക്ക് പോയൊരു കുഴി ഇനി കാണാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഈ എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ. മറ്റേ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അതിനേക്കാളേറെ സന്തോഷിച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഞാൻ രാജസ്ഥാനിലേക്ക് പോയത് കേട്ടോ. ഇതേ ടീച്ചർ ഞാൻ ഒരു 2 വർഷം മുമ്പ് മുതൽ എന്നെ വിളിക്കാൻ തുടങ്ങിയത്. ഓരോ ടൂറിൽ വിളിക്കും, കാശ്മീരിക്കും മറ്റും ഒക്കെ വിളിക്കും. അപ്പോൾ എൻ്റെ ഓരോ അവസ്ഥകൾ ഇങ്ങനെയല്ല. അപ്പോൾ ടീച്ചർക്ക് ഞാൻ ഓരോ കഴിവ് പറഞ്ഞിട്ട് നമുക്കിത് പറയാൻ പറ്റത്തില്ലല്ലോ. ഇതിങ്ങനെയാണ് പ്രശ്നം, ഇന്നതാണ് അതാണ് ഇതാണ് എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇനിയിപ്പോൾ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് 1 വർഷം തികഞ്ഞു. ഇനി ഒരു വർഷത്തിന് ഇനി അടുത്ത വർഷം മുതൽ എനിക്ക് ഒരു പ്ലാൻ ഉണ്ട്. നമ്മൾ എൻ്റെ വായത്തെ നാക്കുകൊണ്ട് ഒരു പ്ലാന് പറഞ്ഞത് നടക്കാറന്നെയല്ല. അതുകൊണ്ട് ഞാൻ പ്ലാനുകളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി നമ്മളൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമായെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഒരു 10-21 വയസ്സുള്ള ഒരു മകളുണ്ടാകുമ്പോൾ അടുത്ത സ്റ്റെപ്പ് അവളെ കല്യാണമാണല്ലോ. അപ്പോൾ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഓർമ്മ വന്നത്, ഇപ്പൊ ഞാൻ പഠിക്കാൻ പോകുന്നിടത്തായാലും കുറെ കുട്ടികളുണ്ട്. കുറെ കുട്ടികൾ മീൻസ് എന്റെ പ്രായത്തിലൊക്കെ തന്നെ 23-24 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാരും കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ്. എവരിബഡി കല്യാണം കഴിഞ്ഞ ആൾക്കാരുണ്ട്, കുട്ടികളും ഉണ്ട്. അപ്പൊ എന്നോട് വയസ്സത്രയായിരിക്കും. ഞാൻ 21 ആണ്. എന്റെ ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, എന്നൊന്നും കഴിയണില്ല. കല്യാണം കഴിക്കണം. എല്ലാരും ഇതാ പറഞ്ഞു എന്നോട്. ആര് കല്യാണം കഴിക്കണം നിന്നോട് പറഞ്ഞിട്ടില്ല. കെട്ടി കഴിഞ്ഞ ആൾക്കാരിട്ടോ എല്ലാരും കെട്ടല്ലാറിട്ടാണ് നിക്കണത്. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് കെട്ടാൻ പൂതിനുന്നുണ്ടെങ്കിൽ എന്റെ അമ്മ സമ്മതിക്കൂല 28 ആവാതെ. എൻ്റെ അമ്മ 2 ദിവസം ഞങ്ങളെ വീട്ടിൽ അവർക്ക് അങ്ങനെയാണ്. അതായത് കല്യാണം കഴിഞ്ഞിട്ട് ആർക്കും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളെ ഞാൻ കണ്ടിക്കണ്. ബട്ട് മോർ ദാൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആരോട് കെട്ടണം എന്ന് പറയണില്ല. അതാണ് എനിക്ക് പേടിയാണ്. ഇപ്പൊ ഞാൻ കെട്ടണ്ടേ, ശരിക്കും ഒരു കെട്ടണം തന്നെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആയി പോവും. മറ്റേ നമ്മളത്തെ കുഞ്ഞുമോള് നിവിലൂട്ടർ നാത്തൂന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞില്ലേ. അപ്പൊ അവള് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിരുന്ന സമയത്ത്, കല്യാണം പറയാനൊക്കെ ഇങ്ങോട്ട് വന്നിരുന്ന സമയത്ത് അവളിങ്ങനെ പറഞ്ഞിരുന്നു. അതായത് ഓളെ കല്യാണം ഒരു 10-23 വയസ്സായി കഴിഞ്ഞ പിന്നെ ആൾക്കാർ ചോദിക്കുമല്ലോ, കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമല്ലോ. സത്യം പറഞ്ഞ എന്നോട് ചോദിക്കാറില്ല. അത് നമ്മുടെ വീഡിയോയിൽ ചോദിക്കാറേ കല്യാണം കഴിക്കണ്ടേ ചോദിക്കാറില്ല. എന്താ അറിയില്ല. അപ്പൊ ഓള് പറഞ്ഞിരുന്നു, അതായത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് എൻ്റെ കറക്റ്റ് സമയം കല്യാണം കഴിക്കാറുള്ളത്. അതായത് നന്നായിട്ട് പഠിച്ചു,
ഡോക്ടറായിട്ട് ജോലി കിട്ടി. ആ ജോലി ചെയ്തിട്ട് കുറച്ചു കാലം നല്ല ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റി. ലോകം കുറേയൊക്കെ മനസ്സിലായി എങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്നുള്ള ഐഡിയ വന്നു. ഇപ്പോഴാണ് ബുദ്ധിയും, അതായത് 18 വയസ്സിൽ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞത് ബുദ്ധി ഉദിക്കുന്നില്ല 18 വയസ്സിൽ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് തീരെയും ബുദ്ധിയില്ല 18 വയസ്സിലൊന്നും. പണ്ടത്തെ 18 വയസ്സിലൊക്കെ ഇപ്പൊ 21 വയസ്സിൽ ഇന്നുമുൾക്ക് കല്യാണം കഴിച്ചൊരു വീട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? പറ്റും ഷീക്കാൻ അത് പറ്റും. കാരണം അങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പറയും 5 വീട്ടിക്ക് വേറെ വീട്ടിക്ക് അമ്മായിമ്മ എന്നോട് 4 വർത്താനം പറഞ്ഞാൽ കൂടി കാരണം ഇവിടെ അങ്ങനെയാണ് എന്നെ ട്രീറ്റ് എനിക്ക് പഠിപ്പിച്ചു തരുന്ന. രാവിലെ എഴുന്നേറ്റ് ഇനി മോൾ നീക്കുന്നില്ല ഇനി മോളെ എന്നൊക്കെ പറഞ്ഞ് ചാണ്ടാക്കുക അത് ഉണ്ടാക്കുന്നു. അപ്പം അതായത് എനിക്ക് ഓളപ്പം കല്യാണം കഴിച്ചാലും കല്യാണം കഴിപ്പിക്കാനായിട്ട് പഠിപ്പിച്ചതല്ല. ലൈക്ക് ഞാൻ ഒറ്റക്ക് നിൽക്കുമ്പോ എനിക്ക് എല്ലാതും ചെയ്യാൻ എനിക്കറിയാം. ഇനിയിപ്പോ എന്റെ കൂടെ ഒരാളുണ്ടെന്നുണ്ടെങ്കിലും അവർക്കും ചെയ്തു കൊടുക്കാൻ എനിക്കറിയാം. നമ്മളെ ഉമ്മ ഞാൻ രാജസ്ഥാനിലേക്ക് പോയ സമയത്ത് ഉമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഉമ്മച്ചി ഇങ്ങനെ പോകുമ്പോ സത്യം പറഞ്ഞാൽ അത് ഇന്റെ മാത്രം ഗുണം കൊണ്ടല്ല, ഞാൻ എപ്പോഴും പറയണമെന്ന് വിചാരിക്കും. അതായത് ഇമ്മച്ചിനെ നോക്കാൻ ഭയങ്കര സിമ്പിൾ. അതായത് ഉമ്മച്ചിക്ക് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഇമ്മച്ചി വന്ന ദിവസം മുതൽ ഞങ്ങൾ 10 ദിവസം ഉണ്ടായിരുന്നു ഇമ്മച്ചി കേട്ടോ. ഈ 10 ദിവസത്തിൽ ഞങ്ങൾ 5-6-8 ദിവസം ഉപ്മാവന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എനിക്കും ഉപ്മാവ് ഉണ്ടാക്കാൻ സിമ്പിളാണ്, കഴിക്കാനും സിമ്പിളാണ്. ഉമ്മച്ചിനെ നോക്കാൻ സിമ്പിൾ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര എളുപ്പത്തിൽ നോക്കാൻ പറ്റിയത് കേട്ടോ. അത് വേറെ കാര്യം. അതല്ല നമ്മള് മറ്റേ ഉമ്മച്ചി അങ്ങനെ ഒരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ അപ്പൊ എനിക്കും ഭയങ്കര അഭിമാനം തോന്നി. ഞാൻ എൻ്റെ മോളെ നല്ല രീതിക്ക് വളർത്തിയ കാരണം കൊണ്ടാണല്ലോ ആ ഒരു വാക്ക്. അല്ലാണ്ട് കുക്കിംഗ് അറിയാൻ വയ്ക്കാത്ത ഒരാൾക്ക് ഉപ്മാവ് ഉണ്ടാക്കി കൊടുക്കാൻ വയ്ക്കൂലല്ലോ, ഒരു കറി ചോറുണ്ടാക്കാൻ വയ്ക്കൂലല്ലോ. അപ്പൊ അത് ഞാൻ നിന്നെ പഠിപ്പിച്ച കാരണം കൊണ്ട് തന്നെയാണല്ലോ. അതായത് ഇപ്പൊ ഇമ്മാക്കേ ഇപ്പൊ നമുക്ക് മീൻ പറ്റൂല, ചിക്കൻ പറ്റില്ല, അങ്ങനെ ഈ ഉപ്പേരി വേണം ആ ഉപ്പേരി വേണം, അങ്ങനെ ഇങ്ങനെ ഒരാളെ നമ്മൾ നോക്കുന്ന ഡിമാൻഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കാനും ബുദ്ധിമുട്ടാക്കാമല്ലോ. കാരണം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ ആ ഒരാൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം തന്നെ ആൾക്ക് ഉണ്ടാക്കിയാൽ മതി. നേരം കുറച്ച് ആൾക്ക് വേറെ സംഭവം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുണ്ടാക്കാൻ നിൽക്കണ്ടേ. അപ്പൊ ഉമ്മച്ചി അങ്ങനെയൊന്നുമില്ലാതെ ഉമ്മച്ചിന്റെ കാര്യം നോക്കി ഉമ്മച്ചി ഇങ്ങനെ നിൽക്കും. ഇപ്പൊ രാത്രി ഞാൻ ഇടയ്ക്ക് പാത്രം കഴുകാനൊക്കെ വെച്ചിട്ടുണ്ടാകും. ഉമ്മച്ചി രാവിലെ ഉമ്മ കഴുകി തരും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ പോയി. എന്തായാലും എന്റെ മോൾക്ക് മൂത്ത ആൾക്കാരോട് നന്നായിട്ട് പെരുമാറാനും നന്നായിട്ട് നിൽക്കാനും അറിയാം. അപ്പൊ ഉമ്മ പറഞ്ഞെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മോള് മിടിക്കുകയാണ്. ഓള് യൂട്യൂബിൽ വീഡിയോ ഇടുന്നു, ഇൻസ്റ്റേക്കിലെ വീഡിയോ ഇടുന്നു, പഠിക്കാൻ പോകണു, കൂടെ ഓള് വല്യമ്മാനെ നന്നായിട്ട് നോക്കണു, ഓള് മിടിക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ എന്റെ വളർത്തൽ മോശമൊന്നുമല്ല. അപ്പൊ എനിക്ക് ഒറ്റക്ക് നിൽക്കാൻ അറിയാം, കൂടുതൽ ആളുണ്ടെങ്കിൽ അവരെ നോക്കാനും അറിയാം. ഇനിയിപ്പൊ അമ്മായി അമ്മോശനും വന്നിട്ട് അവിടെ എങ്ങനെ നിന്ന് ഇതാവണമെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. എനിക്കൊരാളെ നോക്കാനും അറിയാം, ഇന്നത്തെ സ്വന്തമായിട്ട് നോക്കാനും അറിയാം, വീട് നോക്കാനും അറിയാം. ഇതാണ് എനിക്കറിയണ കാര്യം. ഇതാണ് ഞാൻ ചെറുപ്പം മുതൽ എന്നെ പഠിപ്പിക്കണ കാര്യം. യെസ്. അതായത് അത് അപ്പോ അങ്ങനെ അപ്പോൾ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അല്ല 11 വയസ്സായ കുട്ടീന്റെ കല്യാണമാണല്ലോ അടുത്ത പ്ലാന്. പക്ഷെ കല്യാണം ഓള് സ്വന്തമായിട്ട് നടത്താന്ന് ഓള് തന്നെ പറഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന്റെ ചെലവ് ഓള് തന്നെ. കല്യാണത്തിന് ഇപ്പൊ കല്യാണമൊക്കെ എത്തുമ്പോൾ ഞാൻ വലിയൊരു ഇൻഫ്ലുവൻസർ ആവും. കൊളാബിന് മേടിക്കണം. ഒക്കെ കൊളാബായിട്ട് ഞാൻ കല്യാണം നടത്തുന്നു പറഞ്ഞത്. ഒക്കെ കൊളാബായിട്ട് കല്യാണം കഴിക്കാനാണ്. അല്ല കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മള് കൊറേ വലിയ ഗ്രാൻഡായിട്ടൊന്നും നടക്കൂല. ഒരു അത്യാവശ്യം കല്യാണം ഗ്രാൻഡ് ആക്കൂല കേട്ടോ, ഭയങ്കര ഗ്രാൻഡ് ആക്കൂല. റിസപ്ഷൻ ചിലപ്പോ ഗ്രാൻഡ് ആക്കുമായിരിക്കും. കല്യാണം ആണോ പിന്നെ അല്ലാതെ കണ്ണി കണ്ട എല്ലാരും പാടെ ഒരു കല്യാണത്തിന് വന്നാൽ പിന്നെ ഓരോ വർത്താനായി, ഒരു ചിരിയായി, കളിയായി. പിന്നെ എന്നെ കാണാനല്ല ഞങ്ങളെല്ലാരും വരേണ്ടത്. പിന്നെ അത്ര പുതിയ കുപ്പായിട്ടിരിക്കണം എന്തിനാ ഞാൻ. അപ്പൊ ഓളെ കല്യാണം ഓളെ നടത്തിക്കോളും. അപ്പൊ ഇപ്പൊ ഇനി പാരന്റ്സ് എന്റെ മോളെ കല്യാണം കഴിപ്പിക്കാനുള്ള പറഞ്ഞിട്ട് നെഞ്ചത്ത് കഴിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ടത്തെ പോലെ കുറെ സ്വർണം വാരി പൊത്തും വേണ്ട മേത്ത്. പൊന്നു മക്കളെ സ്വർണത്തിന്റെ വില കേൾക്കുമ്പോഴേക്ക് പേടി. സ്വർണ്ണം കൊളാപ്പായിട്ട് കിട്ടൂല്ലോ. ഞാൻ എന്താ പെടുക. അതൊക്കെ നമുക്ക് എന്തെങ്കിലും കാട്ടാം. അങ്ങനെ അപ്പോ ഇനി അടുത്ത നമ്മൾ 1 വർഷം ആയല്ലോ. ഇനി നമ്മള് ഈ മറ്റേ പണ്ട് ഒപ്പന പറയുമ്പോ കൈകൊട്ടിക്കളി ചിരിയൊക്കെ നിർത്തിയിട്ട് സീരിയസിലേക്ക് പോവാൻ സമയമായില്ല. അതായത് ഞങ്ങള് മമ്മ പറയണെങ്കിൽ പറയണ ഞങ്ങളൊന്ന് സെറ്റിൽ ആവാനാണ് ഇത് നോക്കണത്. ഇപ്പൊ സെറ്റിൽഡ് ആണ്. പക്ഷെ സെറ്റിൽ ആണ് പറഞ്ഞാൽ നമ്മൾ സെറ്റിൽഡ് ഒന്നും അല്ല. സെറ്റിൽഡ് ആണ് മീൻസ് 1 വർഷം നമ്മളിവിടെ കൈകാലിട്ട് അടിച്ചു തുടങ്ങി നമുക്ക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് നമ്മള് ഇപ്പൊ സെറ്റിൽഡ് ആവുകയെന്നുണ്ടെങ്കിലും കൈയും കാലിട്ട് അടിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ അല്ലാതെ നമുക്കായിട്ടൊരു സ്ഥലത്ത് നമ്മൾ നിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്റെ കല്യാണത്തിന്റെ പകരം
നമ്മൾ സേഫ് ആയിട്ടൊരു സ്ഥലത്ത്, ഇവിടെ സേഫ് തന്നെയാണ്, അതല്ല ഉദ്ദേശിച്ചത്, നമുക്കായിട്ടൊരു സ്ഥലം, റെന്റ് കൊടുക്കാത്തൊരു സ്ഥലം. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കണത്. ഇനി അടുത്തത് നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്, അടുത്ത സ്റ്റെപ്പ് അതാണ് എടുക്കുന്നത്. അതിന് നമ്മൾ പ്രയത്നിക്കണം നന്നായിട്ട്. ചെറുതായിട്ട് ചെറിയ പ്രയത്നമൊന്നും പോരാ, അത്യാവശ്യം നല്ല പ്രയത്നം വേണം. കാരണം ഒന്നിന് തുടങ്ങണം. ഒരു കയ്യില് ഒരു സംഭവം എടുത്തു വെച്ചിട്ടല്ല ഞാനീ പറയുന്നത്. അപ്പൊ ആകെയുള്ളത് ആഗ്രഹം മാത്രമാണ്. ആഗ്രഹം മാത്രമല്ല, അത് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു മനസ്സുറപ്പും ഉണ്ട്, അതും ഉണ്ട്. അതല്ല ഇപ്പൊ കയ്യിലെ ആഗ്രഹം, നമ്മള് കാണാൻ പറ്റാത്ത സാധനങ്ങൾ മാത്രമേ കയ്യിലുള്ളൂ. ഇനിയിപ്പൊ കാണാൻ പറ്റുന്ന സാധനങ്ങൾ കയ്യിൽ വന്നിട്ട് അത് ഉണ്ടാക്കി വരും. അതൊക്കെ ശരിയാവും. അതൊക്കെ ശരിയായിട്ട് നമ്മള് അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടാക്കാനുള്ള ഭാഗ്യം എനിക്ക് പഠിച്ചു തരും. നല്ല വിശ്വാസമുണ്ട് എനിക്ക്. 2-3-4 വർഷത്തിനുള്ളിൽ അത്രക്കാവും, അല്ലാതെ വെറുതെ ആവൂല. പിന്നെ എന്റെ മോളൊക്കെ നന്നായിട്ട് അധ്വാനിച്ച് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ്. വളരെ സന്തോഷകരമായ ജീവിതമാണ് ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. പ്രയാസങ്ങൾ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, അതൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ തന്നെ ഇവിടെ ഉള്ളൂ. പിന്നെ ഹാപ്പിയാണ്, അൽഹംദുലില്ലാഹ്. നല്ലപോലെ മുന്നോട്ട് പോകുന്നു. ഇതേപോലെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നാണ് ചിന്തിക്കുന്നത്. എല്ലാവരും അതിന് വേണ്ടി മുടി നേരാക്കിയതാണ്. എല്ലാവരും അതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ സന്തോഷമായി നല്ല രീതിക്ക് ആരോഗ്യകരമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണു. നമ്മൾ ഇനി നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വരണം. കാരണം നമുക്ക് കുറെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങളും നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിക്കണം. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ എല്ലാവരും കാണാൻ മറക്കരുത് കേട്ടോ. കാരണം അടുത്ത വീഡിയോയിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എല്ലാവരും അതിനുള്ള റിപ്ലൈ ഒക്കെ തരണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.